ഹായ് എവരിവൺ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോക്ക് വളരെ കുറച്ച് കമന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ടായിരുന്നു സ്റ്റിച്ചിങ് പഠിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്, പക്ഷെ പോയിട്ട് പഠിക്കാൻ ഒരു നിവൃത്തിയില്ല എന്നുള്ളത്. സത്യത്തിൽ ഞാൻ ഇതുപോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് തന്നെ. കാരണം വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുള്ളത്. കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ അതിൽ നിന്ന് ഇപ്പോൾ ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്കും സ്വന്തമായിട്ട് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയ കമന്റ്സിൽ ഞാൻ ഭൂരിഭാഗം നോക്കിയിട്ട് ഞാൻ എംബ്രോയിഡറി മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ വേണ്ടിയിട്ട് പലർക്കും ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല. കാരണം ഞാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു 10-20 സ്റ്റിച്ചസ് ആണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റിച്ചസ് വെച്ചിട്ട് നിങ്ങൾക്ക് കുർത്തിയിലും ബ്ലൗസിലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എംബ്രോയിഡറി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോ മുതൽ ഞാൻ സ്റ്റിച്ചസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എംബ്രോയിഡറി ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പോപ്ലിൻ മെറ്റീരിയൽ ആണ് വേണ്ടത്. ഇതിന് മീറ്ററിന് 120 റുപ്പീസ് ആണ്. 1 മീറ്റർ ഫാബ്രിക് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ എംബ്രോയിഡറിയും ഫാബ്രിക് പെയിന്റിങ്ങും ബീഡ്സ് വർക്കും എല്ലാം നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. വൈറ്റ് കളർ ഫാബ്രിക് തന്നെ വാങ്ങിക്കണം, കാരണം വൈറ്റിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അടുത്തത് എംബ്രോയിഡറി ഹൂപ്പാണ്. ഇതിന് ഫ്രെയിം എന്നും പറയാറുണ്ട്. എംബ്രോയിഡറി ഹൂപ്പുകൾ നമുക്ക് പല സൈസിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് 8 ഇഞ്ചിൻ്റെതാണ്. ഇതിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് 10 ഇഞ്ചിൻ്റെതാണ്. ഇത് കുറച്ചുകൂടി വലിപ്പമുണ്ട്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒന്നുകിൽ 8 ഇഞ്ചിന്റെ വാങ്ങിക്കുക, അല്ലെങ്കിൽ 10 ഇഞ്ചിന്റെ വാങ്ങിക്കുക. ഈ ഫ്രെയിംസിന് 30-40 ഉള്ളിലായിട്ടാണ് റേറ്റ് വരുന്നത്. ഇനി നീഡിൽസ് ആണ് വേണ്ടത്. നീഡിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഇതുപോലെ സെറ്റ് ആയിട്ട് വാങ്ങിക്കാം. ഇതുപോലെ ഒരു സെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സൈസിന്റെ നീഡിലും ഇതിൽ തന്നെ കിട്ടും. ഇതിനും ഒരു 30 റുപ്പീസിനുള്ളിലായിട്ടാണ് റേറ്റ് വരുന്നത്. ഇത് എംബ്രോയിഡറി നീഡിലാണ്. ഇതിന്റെ ഐ കുറച്ച് വലുതായിരിക്കും, കാരണം നമുക്ക് ഇത് 6 ടൈംസ് ഒക്കെ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ഇത് ബീഡ്സ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നേരിയ നീഡിലാണ്. ഇതുപോലെ ഒരു സെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സൈസ് നീഡിലും ഇതിൽ തന്നെ കിട്ടും. മാത്രമല്ല ഈ ഒരു ബോക്സിൽ നമുക്ക് സേഫ് ആയിട്ട് വെക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പാക്കറ്റ് നീഡിലായിട്ട് എല്ലാ സൈസിലെ നീഡിൽസും വാങ്ങിക്കാൻ കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പാക്കറ്റ് വാങ്ങിക്കേണ്ടി വരും, പക്ഷെ ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു നീഡിൽ തന്നെ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നീഡിൽ നമ്പർ 12 ആണ്. ഇത് നമ്മൾ ബീഡ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന നീഡിലാണ് കേട്ടോ. ഏറ്റവും നേരിയ നീഡിലാണ് നീഡിൽ നമ്പർ 12. അതുകൊണ്ട് ഇത് എപ്പോഴും സേഫ് ആയിട്ട് എടുത്തു വെക്കണം. ഇതൊക്കെ എംബ്രോയിഡറി ത്രെഡുകളാണ്. ഇതൊക്കെ രംഗോലി, ഡോളി എന്നൊക്കെ പറയുന്ന ബ്രാൻഡിന്റെ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ത്രെഡുകളാണ്. ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. കാരണം ഇതിന്റെ കളർ ഫെയ്ഡ് ആവും, അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സിൽ ചെയ്യാൻ പറ്റില്ല. സിംഗിൾ ഷെയ്ഡ് ആയിട്ടുള്ളതും ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ത്രെഡുകളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിന്റെ റേറ്റ് വരുന്നത് 4-5 റുപ്പീസ് ആണ്. എന്റെ കയ്യിൽ ഇതുപോലെ പല കളേഴ്സിലെ രംഗോലി ത്രെഡുകളുണ്ട്. ഇത് ആങ്കർ ത്രെഡ് ആണ്. മറ്റേ ത്രെഡിനേക്കാളും ഇതിന് കുറച്ച് ഷൈനിങ് കൂടുതലുണ്ട്. മാത്രമല്ല ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ നല്ല ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആങ്കർ ത്രെഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആങ്കർ ത്രെഡിന് കളർ ലീക്കാവോ കളർ ഫെയ്ഡാവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിന് ഒന്നിന് 10 രൂപയാണ് വരുന്നത്. ഇത് സിൽക്ക് ത്രെഡ് ആണ്. നമ്മൾ കുറച്ചുകൂടി പാർട്ടി വെയറൊക്കെ ചെയ്യുന്ന സമയത്ത് സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇത് വളരെ നേരിയ ത്രെഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു 6 ഇഞ്ച് സ്റ്റെൻസ് ഒക്കെ എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നന്ദി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ത്രെഡ് ആണ്. ഞാൻ കുറെ മുമ്പ് വാങ്ങിച്ചാണ്, അതുകൊണ്ട് റേറ്റ് കറക്റ്റ് ഓർമ്മയില്ല. 20-25 ആയിരുന്നു. ഇത് പേൾ കോട്ടൺ ത്രെഡ് ആണ്. നമ്മൾ കടായി കമ്മൽ പറഞ്ഞിട്ടൊരു ഡിസൈൻ പഠിക്കുന്നുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇതിനും ഒരു 30 ഉള്ളിലായിട്ടാണ് റേറ്റ് വരുന്നത്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ ഒരു ത്രെഡ് ഒറ്റ കളർ മാത്രം വാങ്ങിച്ചാൽ മതി, കാരണം നമ്മൾ ആ ഒരു ഡിസൈൻ മാത്രമേ ഇത് വെച്ച് ചെയ്യുന്നുള്ളൂ. പിന്നെ ത്രെഡ് കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ കത്രിക വേണം. ഇതൊക്കെ തുണിയിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇത് നോർമൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യുന്ന ചോക്കാണ്. ഇതിന്റെ മാർക്ക് ചെയ്യുന്ന നമുക്ക് പെട്ടെന്ന് മാഞ്ഞു കിട്ടും, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇത് അയൺ ഇറേസിബിൾ പെന്നാണ്. നമ്മൾ മാർക്ക് ചെയ്തതിനു ശേഷം ഇതിന് മുകളിൽ അയൺ ചെയ്ത് കൊടുത്താൽ ഇതിന്റെ മാർക്കിംഗ് മാഞ്ഞു പോകും. ഇതിനൊന്നിന് 10 രൂപയാണ് വരുന്നത്. അതുപോലെ ഇത് വാട്ടർ ഇറേസിബിൾ പെന്നാണ്. നമ്മൾ മാർക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിന്റെ മാർക്കിങ്ങും ഇറേസ് ആയിട്ട് പോകും. ഇതിന് 20 റുപ്പീസ് അങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത്. ഇനിയിപ്പോ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് പെന്നോ പെൻസിലോ വെച്ചിട്ട് മാർക്ക് ചെയ്താലും മതിയാവും. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഓരോരോ സ്റ്റിച്ചസ് ആയിട്ട് പഠിച്ചു തുടങ്ങാം.